ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ 2-0 എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ്. ഡേവിഡ് കറ്റാല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായ സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിലിറങ്ങിയ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ 2-0 എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഈ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, ആദ്യ പകുതി തുടങ്ങിയപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തുനിന്നും നിരവധി അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഒന്നുകൂടി മികച്ചു നിന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്ന് പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ സീസണിലെ സൂപ്പർ കപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് ഡേവിഡ് കച്ചാല എന്ന സ്പാനിഷ് പരിശീലകന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. എല്ലാ പ്ലേയേഴ്സും നല്ല അവരുടെ 100% എഫേർട്ട് ഇട്ട് തന്നെയാണ് അവർ കളിക്കുന്നത് എന്ന് നമുക്ക് ഈ മത്സരം കണ്ടാൽ തന്നെ മനസ്സിലാകും. കാരണം കഴിഞ്ഞ സീസണുകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഡിഫൻസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എനിക്ക് ഈ മത്സരം കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇപ്പോൾ ദുസാൻ ലഗോട്ടോറോ ആയാലും അതുപോലെ തന്നെ ബിഗാഷിംനി ആണെങ്കിലും ഒക്കെ വളരെ മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫറൂഖ് അത്യാവശ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ജീസസ് ജിമിനസിന്റെ ഒരു പെനാൽറ്റി ഗോളും ഉണ്ടായിരുന്നു. പക്ഷേ ജീസസ് ജിമിനസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ISL കണ്ട ആ ഒരു പ്രകടനമല്ല നിലവിൽ ജീസസ് ജിമിനസിന്റെ ഭാഗത്തുനിന്ന് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം നമുക്കറിയാം, ജീസസ് ജിമിനസ് ISL വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരമായിരുന്നു. പക്ഷേ ഈ സൂപ്പർ കപ്പിലേക്ക് വരുമ്പോൾ ISL കാഴ്ചവെച്ച അത്ര വലിയ പ്രകടനമൊന്നും സൂപ്പർ കപ്പിൽ നമുക്ക് ജീസസ് ജിമിനസിന്റെ ഭാഗത്തൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം ആയതുകൊണ്ടാവാം. എനിവേ, അടുത്ത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ജീസസ് ജിമിനസ് ഇംപ്രൂവ് ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2-0 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ തങ്ങളുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം ഡേവിഡ് കറ്റാല എന്ന പരിശീലകന് കീഴിൽ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഈ മത്സരം കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായവും നിങ്ങൾക്ക് ഈ മത്സരം കണ്ടതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. അതിനോടൊപ്പം ഡേവിഡ് കച്ചാല എന്ന് പറഞ്ഞ ഈ പരിശീലകനെ കുറിച്ച് നിങ്ങൾക്ക് ഈ മത്സരം കണ്ടതിന് ശേഷം ഡേവിഡ് കച്ചാല എന്ന പരിശീലകനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നും താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ മത്സരം ജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. നിലവിലൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ റിസർവ് ടീം ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ഈ സൂപ്പർ കപ്പിൽ ഇറങ്ങുക എന്നാണ് കേൾക്കുന്നത്. അത് ഉറപ്പില്ല. ഒരുപക്ഷെ റിസർവ് ടീം ആയേക്കാം. നിങ്ങൾക്ക് എന്താണ് ഈ മത്സരത്തിനെ കുറിച്ച് തോന്നുന്നതെന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.